ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഉം, ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്ത്സയിദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അത് അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യമേത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി എന്ന് അറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, ജയമാനനെ, കുളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ആരും നമ്മുടെ ബലഹീനതയിൽ സഹായിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ആരും ആ 38 ആണ്ട് രോഗം പിടിച്ചവിടെ കിടന്നിട്ടും ആരും അവനെ സഹായിപ്പാനില്ലായിരുന്നു. എങ്കിലും നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും നമ്മെ ദൈവം തള്ളിക്കളയുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് വചനം പറയുന്നു. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ അടിയിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം നമ്മെ ചേർത്ത് പിടിക്കും. ഒരു ശത്രു നമ്മെ കാണുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരു നാളും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കും. നമ്മുടെ ഏത് കഷ്ടതയിലും പ്രയാസത്തിലും വേദനകളിലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് യേശു. ഈ വചനങ്ങളാൽ ഏവരെയും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണേ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഏതു കഷ്ടത്തിലാണോ പ്രയാസത്തിലോ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയുമാറാകണമേ. അവരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ദൈവം കൊടുക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.